ദ ജേർണലിസ്റ്റിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ശ്രീമാൻ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കൂ, അങ്ങയുടെ കലുങ്ക് പൊളിഞ്ഞു. കാരണം തൃശ്ശൂരിൽ വലിയ നേട്ടമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളോട് തള്ളി കലുങ്കോട് കലുങ്ക് മാറി ഓടി നടന്ന് ഒടുവിൽ തൃശ്ശൂരിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല സുരേഷ് ഗോപിക്ക്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJP വലിയ തിരിച്ചടിയാണ്. അതായത് ഇവർ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു മുന്നേറ്റവും തൃശ്ശൂരിൽ കണ്ടില്ല. അതായത് സുരേഷ് ഗോപി ഇല്ലാതെ കഴിഞ്ഞ തവണത്തെ പോലെ സാധാരണഗതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നാണ് തൃശ്ശൂരിലെ BJPക്കാർ രഹസ്യമായി പറയുന്നത്. സുരേഷ് ഗോപിയുടെ ഓവർ ആക്ടിങ്, ഓവർ വിനയം, ഓവർ ഷോ, ഓവർ മാടമ്പിത്തം ഒക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ, പ്രത്യേകിച്ച് തൃശ്ശൂരുകാർ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എറണാകുളത്ത് നിന്ന് മെട്രോ തൃശ്ശൂർ വരെ നീട്ടും, അവിടുന്ന് പിന്നെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ മഹാൻ കേന്ദ്രമന്ത്രിയായി തിരിച്ചു വന്ന് അധികം വൈകാതെ തൃശ്ശൂരിലേക്ക് മെട്രോ വരില്ല എന്ന് പറയേണ്ടി വന്നു. ഇതുപോലെ എന്തൊക്കെ കോമാളികളികളാണ് ആശാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരാണെന്ന് വിചാരിച്ചു? തൃശ്ശൂരിലെ ജനങ്ങൾ ഈ സിനിമാ ഗോഷ്ഠികൾ കണ്ടാൽ കമന്നങ്ങ് വീഴുമെന്ന് വിചാരിച്ചു? വോട്ട് ചോരി ആരോപണം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും കോഴിക്കോടിൽ നിന്നും ഒക്കെ താമസിക്കുന്ന ആളുകളെ തൃശ്ശൂരിലെ ഫ്ലാറ്റുകളിൽ താമസിപ്പിച്ചു എന്ന് രേഖയുണ്ടാക്കി താങ്കളും താങ്കളുടെ പാർട്ടിയും വോട്ടുകൾ നേടിയെന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ച് ഇതുവരെ വ്യക്തമായ മറുപടികളൊന്നും ലഭിച്ചിട്ടില്ല. അതിൽ കോൺഗ്രസ് തൊട്ട് പരാതിയുമായി കൂടുതൽ മുന്നോട്ട് പോയിട്ടുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന തൃശ്ശൂരിലെ വോട്ടർമാർ കുറേയുണ്ട്. കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി വന്നതുകൊണ്ട് എന്തു ഗുണമുണ്ടായി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയൊന്നും പറയുന്നില്ല. തൃശ്ശൂരിന് വേണ്ടി ബജറ്റുകളിൽ ഇതിനുശേഷം 2 ബജറ്റ് നടന്നിട്ടുണ്ട്, കേന്ദ്ര ബജറ്റ്. അതിൽ എന്താണ് സുരേഷ് ഗോപി കൊണ്ടുവന്നത്? ബഹുമാനപ്പെട്ട MP ജോൺ ബ്രിട്ടാസ് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സാധനമാണ് കാണിച്ചത്. അതിനുശേഷം കനിമൊഴി സൗത്ത് ഇന്ത്യക്ക് വേണ്ടി എന്താണ് സുരേഷ് ഗോപി ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വേറെന്തോ ഒരു സാധനം കാണിച്ചു. ശരിക്കും ഇങ്ങനെ തൃശ്ശൂരിനൊരു ബാധ്യതയായി മാറിയോ എന്ന ചർച്ച തൃശ്ശൂരിൽ കൃത്യമായി പുരോഗമിക്കുന്നുണ്ട്. അമിതമായ ആത്മവിശ്വാസം ഇപ്രാവശ്യം BJPക്ക് തൃശ്ശൂരിലുണ്ടായിരുന്നു. തൃശ്ശൂരിലെ പല നേതാക്കളും തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ വലിയ അട്ടിമറികൾ നടക്കും, BJPയുടെ വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഒരു വാർത്ത കാണിക്കാം, മാതൃഭൂമിയിൽ വന്നതാണ്. 4 ഇരട്ടി സീറ്റ് വർദ്ധിപ്പിച്ച് BJP ഭരണം പിടിക്കും, കോൺഗ്രസ് വട്ടപൂജ്യമാകും, B ഗോപാലകൃഷ്ണൻ്റെ പ്രവചനം പാളി. അതായത് സുരേഷ് ഗോപി ഓരോരോ കലങ്കുകളിൽ വന്നിരിക്കുന്നു, സുരേഷ് ഗോപി ഓരോരോ ജനങ്ങളെ വിളിക്കുന്നു, സുരേഷ് ഗോപി ഓരോരോ വാക്കുകൾ പറയുന്നു, ഇതൊക്കെ ഓരോരോ വോട്ടുകളായി കൂടും എന്നാണ് BJPയുടെ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ അമിതമായി ആത്മവിശ്വസിച്ചിരുന്നത്. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് കണ്ടിരുന്നത് എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അതായത് റീലുകൾ നോക്കിയാൽ, തൃശ്ശൂരിലെ പേജുകൾ നോക്കിയാൽ, റീലുകൾ നോക്കിയാൽ ഒക്കെ പ്രൊമോഷനാണ് സുരേഷ് ഗോപിക്ക്. പെയ്ഡ് പ്രൊമോഷനാണോ അതോ ഇനി ഭാവിയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയുള്ള പ്രൊമോഷനാണോ എന്നറിയില്ല. പക്ഷേ ഓൺലൈൻകാരൊക്കെ സുരേഷ് ഗോപിയുടെ പറയുകയായിരുന്നു. പല ചാനലുകളും സുരേഷ് ഗോപിക്ക് അമിതമായ പ്രാധാന്യവും നൽകിയിരുന്നു. ഇദ്ദേഹം ഒരാൾ മാത്രമല്ലല്ലോ കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി ആയ ആൾ, ഇദ്ദേഹം ഒരാൾ മാത്രമല്ലല്ലോ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള മുമ്പായിട്ടുള്ള ആളുകൾ, ഇദ്ദേഹം ഒരാൾ മാത്രമല്ലല്ലോ കേരളത്തിൽ നിന്നുള്ള MP. അതുകൊണ്ട് മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നൽകുന്ന അമിത പ്രാധാന്യം കുറയ്ക്കണം, ഇല്ലാതാക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. എന്തായാലും സുരേഷ് ഗോപി വന്നിരിക്കുന്നു, രാജാപാർട്ട് ഇരിപ്പിരിക്കുന്നു, പ്രജകളെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. പ്രജകൾക്ക് എന്തു വേണം? ഓ അങ്ങുന്നേ, എനിക്ക് ഇത് നേടിത്തരൂ, അപ്പുറം പോയി പറയൂ, ഇത് എൻ്റെ പണിയല്ല. ഇതാണ് സ്ഥിരം നടക്കുന്ന പരിപാടി. അതായത് ആശാൻ വലിയ പവർഫുള്ളാണ്, എല്ലാം ചെയ്തു തരാമെന്നുള്ള മട്ടിലൊക്കെ വരും. എന്നിട്ട് ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അപ്പോൾ ആളും തരവും നോക്കിയിട്ട് നീ താഴ്ന്നവനാണ്, അപ്പുറം പോ എന്ന് പറഞ്ഞിട്ട് ഓടിക്കും. അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നാട്യങ്ങളൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം അതാണ്. അതുകൊണ്ടാണ് ഒരു പാവപ്പെട്ട വൃദ്ധനെ അവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് അദ്ദേഹത്തിന് CPM വീട് വെച്ച് കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടെന്നേ. സുരേഷ് ഗോപി ആളും തരവും ഒക്കെ നോക്കിയേ കെട്ടിപ്പിടിക്കാറുള്ളൂ. സുരേഷ് ഗോപി ആളും തരവും നോക്കിയേ ഒപ്പം നിർത്തി ഫോട്ടോ എടുക്കാറുള്ളൂ. സുരേഷ് ഗോപി ആളും തരവും നോക്കിയേ എന്തിന് ഭക്ഷണം പോലും കഴിക്കാറുള്ളൂ. പപ്പടത്തിൻ്റെ പകുതി മുറിച്ച് ദൂരെ കളഞ്ഞ് ബാക്കി കഴിച്ച മഹാനാണ്. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപിയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന തുല്യതയും നീതിയും ഒന്നും പ്രതീക്ഷിക്കേണ്ട. പൂണൂലിടാത്തതിൻ്റെ പേരിൽ, ബ്രാഹ്മണനായി ജനിക്കാത്തതിൻ്റെ പേരിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യനിൽ നിന്ന് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതും താങ്ങി നടക്കാൻ കുറേ എണ്ണങ്ങളും. എന്തായാലും B ഗോപാലകൃഷ്ണൻ വലിയ കാര്യത്തിന് സുരേഷ് ഗോപി അണ്ണൻ ഉണ്ടല്ലോ, ഇപ്പം തൃശ്ശൂർ അങ്ങ് പിടിക്കുമെന്ന മട്ടിൽ വലിയ തള്ളി.
പക്ഷേ ഒന്നും നടന്നില്ല. കണക്ക് നോക്കാം. തൃശ്ശൂർ കോർപ്പറേഷനിൽ BJPക്ക് വൻ തിരിച്ചടി. വാർത്തയുടെ ആദ്യം തന്നെ അതാണ്. വലിയ പ്രതീക്ഷയോടെ അരങ്ങത്തേക്ക് ഇറങ്ങിയ പാർട്ടി 7 സീറ്റുകളിൽ ഒതുങ്ങി. കഴിഞ്ഞ തവണ 6 സീറ്റുകളായിരുന്നു കോർപ്പറേഷനിൽ BJP നേടിയത്. ഈ അവസരത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ വെള്ളിയാഴ്ച പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇതാണ്. ഇന്ന് വന്ന കോളുകളിലും മെസ്സേജുകളിലും ഇതുതന്നെയായിരുന്നു ചോദ്യങ്ങൾ. തൃശ്ശൂർ കോർപ്പറേഷൻ ആരെടുക്കും? സുരേഷ് ഗോപി എടുക്കും എന്നാണ് വിചാരിച്ചത്. അതായത് ഒരു സുരേഷ് ഗോപി എഫക്റ്റ് തൃശ്ശൂരിലുണ്ട്. ആ എഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ടന്മാരായ വോട്ടർമാർ മുഴുവനായി വന്ന് BJPക്ക് കുത്തും എന്നാണ് ഇവർ കരുതിയത്. അത് ആ ആത്മവിശ്വാസം, ആ അഹങ്കാരം ഈ പോസ്റ്റിൽ പ്രകടമാണ്. 13 വോട്ടെണ്ണുന്നതിന് മുൻപ് പ്രിയപ്പെട്ടവരുടെ ആകാംക്ഷ മനസ്സിലാക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷനിൽ 23 സീറ്റുകളുള്ള കോൺഗ്രസിൻ്റെ അന്ത്യമാകും ഈ തെരഞ്ഞെടുപ്പ്. നിലവിൽ 6 സീറ്റുകളുള്ള 4 ഇരട്ടി സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഭരണം പിടിക്കും എന്ന് തന്നെ ഒരു തൃശ്ശൂർ നഗര നിവാസി എന്ന നിലയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ നഗരമേഖലകളിൽ BJP സമ്പൂർണ്ണ ആധിപത്യവുമായി തേരോട്ടം നടത്തും, സംശയം വേണ്ട. ഗ്രാമീണ മേഖലയിൽ ഇടതു സഖ്യവുമായി നേരിട്ടുള്ള പോരാട്ടമാണ് ബഹുഭൂരിപക്ഷം സീറ്റുകളിലും. 23 സീറ്റുകളുള്ള കോൺഗ്രസിന് 5-10 സീറ്റിലേക്ക് ഒതുങ്ങിയാലോ വട്ടപൂജ്യം വരെ ആയാലോ അതിശയം വേണ്ട. ഏറ്റവും വലിയ പാർട്ടിയായി BJP ഒന്നാം സ്ഥാനത്ത് തന്നെ ഉണ്ടാകും. മാജിക് നമ്പറായി 27 മറികടക്കും എന്നു തന്നെയാണ് പ്രതീക്ഷ. എന്നിട്ട് തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വാർത്ത. തൃശ്ശൂരിൽ നിന്ന് മറ്റൊരു വാർത്തയും BJPയുടെ മുന്നേറ്റത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. അത് ഒന്ന് കാണാം. തൃശ്ശൂരിൽ 12 ബ്ലോക്കുകളിൽ BJP 0, 231 ആകെ കിട്ടിയത് 5 സീറ്റ്. ഇതാണ് BJP തൃശ്ശൂരിൽ. സുരേഷ് ഗോപി വന്നതിന് ശേഷം ആ ജില്ലയൊന്നാകെ മുന്നേറും, ജില്ലയിൽ ഒന്നാകെ ഭരണം പിടിക്കും എന്ന് പറഞ്ഞതിൻ്റെ നിലവിലെ അവസ്ഥ. ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് അവകാശപ്പെട്ട BJP നയിക്കുന്ന NDAക്ക് 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലും അക്കൗണ്ട് തുറക്കാൻ പോലും ആയില്ല. 4 ബ്ലോക്കുകളിലായി കിട്ടിയത് ആകെ 5 സീറ്റ് മാത്രമാണ്. 231 സീറ്റാണ് ആകെ ഉള്ളത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. കോൺഗ്രസ് തൃശ്ശൂർ പിടിക്കാൻ പോവുകയാണ്, കോൺഗ്രസ് അവിടെ ഭരിക്കാൻ പോവുകയാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇന്ന് മാത്രമല്ല, കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ UDF വിമതനം വെച്ചിട്ട് CPM ആണ്, LDF ആണ് അവിടെ ഭരിച്ചത്. പക്ഷേ ഇപ്രാവശ്യം കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. ഇന്ന് മാത്രമല്ല, കേരളം മുഴുവൻ കോൺഗ്രസിൻ്റെ വലിയ തേരോട്ടം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമാണ് പറയാവുന്നൊരു വലിയ അന്തസ്സുള്ള വിജയം BJPക്ക് ഉണ്ടായത്. ബാക്കിയുള്ളിടത്തൊക്കെ സ്ഥിരം അവസ്ഥ നിലനിർത്തി, അല്ലെങ്കിൽ കുറച്ച് സീറ്റുകൾ കൂടുതൽ കിട്ടി എന്നതിനപ്പുറം BJP അനുകൂല മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പേജുകളും ഒക്കെ തള്ളിമറിക്കുന്ന വിധത്തിലുള്ള ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. സുരേഷ് ഗോപിയൊക്കെ എപ്പോഴും പിന്തുണയ്ക്കുന്ന, BJPക്ക് വേണ്ടി എപ്പോഴും ചാനലുകളിൽ ഇരുന്ന് വാദിക്കുന്ന ഉല്ലാസ് ബാബു എന്ന് പറയുന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം 8 നിലയിൽ പൊട്ടി. പിന്നെ അദീന ബരട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അത് പിണറായി നരകിച്ച് ചാവണമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി 8 നിലയിൽ പൊട്ടി. പിന്നെ ഷീ ചെറായി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് റീച്ചൊക്കെ ബൂസ്റ്റ് ചെയ്ത് കയറ്റുന്ന ഒരു മനുഷ്യനുണ്ട്. അതും BJPയുടെ ആരാണ്ടൊക്കെയാണെന്നാണ് പറയുന്നത്. അയാളും 8 നിലയിൽ പൊട്ടി. പിന്നെ ഷോൺ ജോർജിൻ്റെ ചിറ്റപ്പൻ, അത് അരുവിത്തുറ ഡിവിഷനിൽ ഈരാറ്റുപേട്ട നഗരസഭയിൽ മറ്റവന്മാരിൽ നിന്ന് മോചനം തരാൻ വേണ്ടി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അയാളും ഹിന്ദു ക്രിസ്ത്യൻ ബെൽറ്റിൽ 8 നിലയിൽ പൊട്ടി. പിന്നെ ലസിത പാലക്കൽജി, അദ്ദേഹവും 8 നിലയിൽ പൊട്ടി. ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ BJP അന്തങ്ങൾ താങ്ങിക്കൊണ്ട് വാഴ്ത്തിക്കൊണ്ട് നടന്ന കുറേ മുഖങ്ങളായിരുന്നു. ഇവർക്കൊന്നും 7 അയലത്തെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. സുരേഷ് ഗോപിയെ പോലെയൊക്കെ തന്നെയാണ് ഇവരും. സോഷ്യൽ മീഡിയയിൽ വലിയ റീച്ച്, സോഷ്യൽ മീഡിയയിലെ കാര്യമായിട്ട് പറയുന്നത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്, ഇവരൊന്നുമല്ല, ഇവർ സാധാരണക്കാരാണ്, അല്ലെങ്കിൽ അവരവരുടെ മേഖലകളിൽ കേരളത്തിനുള്ളിൽ നിൽക്കുന്നവരാണ്. പക്ഷേ സുരേഷ് ഗോപിയും ഇവരുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഒരു നെഗളിപ്പുണ്ട്. അതായത് സുരേഷ് ഗോപി ഫാൻസ്, സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നവർ, ഇവരെ പിന്തുണയ്ക്കുന്നവരൊക്കെ ഇവരെന്തോ വലിയ സംഭവമാണെന്ന് ലൈക്കും കമൻറ്റും നോക്കിയിട്ട് അങ്ങ് തീരുമാനിക്കുകയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല. BJPക്ക് ഫേക്ക് ഐഡികളുടെ ഒരു മഹാമേളയാണ്. അതായത് ഒരാൾക്ക് തന്നെ 10ഉം 100ഉം 1000ഉം ഫേക്ക് ഐഡികളുണ്ടാവും. അപ്പോൾ ഒരാൾ തന്നെ ലോഗിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പേരിൽ അയാൾക്ക് ലൈക്ക് അടിക്കുക. അങ്ങനെ ഒരാളുടെ കയ്യിൽ തന്നെ ലോഗിൽ തന്നെ ഒരു IP-യിൽ നിന്ന് ഒരുപാട് ഐഡികളുണ്ടാവും. അപ്പം ഈ സംഘപരിവാർ അനുകൂല ഫേസ്ബുക്ക് പേജുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ലൈക്ക് കാണും. 10K 50K ഒന്നും ഒരു യാഥാർത്ഥ്യമല്ല. 10-15 പേരേ ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവൻ ഈ പറയുന്ന ബോട്ട് വ്യൂ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫേക്ക് ഐഡികൾ വെച്ചിട്ടുള്ള കളികളാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് സുരേഷ് ഗോപി ഇങ്ങോട്ട് തിരിയുമ്പോൾ, കലങ്കിൽ വന്നിരിക്കുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ 100K 1000K വ്യൂ ലൈക്കൊക്കെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ ജനമനസ്സിൽ സുരേഷ് ഗോപി തന്നെ എന്നൊക്കെ ചിന്തിച്ച് വലിയ വെല്ലുവിളികൾ നടത്തുന്ന ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക.
BJPക്ക് നല്ലപോലെ പിഴയ്ക്കുന്നുണ്ട് തൃശ്ശൂരിൽ. സുരേഷ് ഗോപി ഓവറാകുന്നുണ്ട് നല്ലതുപോലെ. സുരേഷ് ഗോപി രാജാ പാർട്ടി കളി കളിക്കുന്നത് ചില സവർണ ഹിന്ദുത്വ പ്രമാണിമാർക്ക് ഇഷ്ടപ്പെടും, കൊച്ചമ്മമാർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ സാധാരണക്കാരായ ഹൈന്ദവർക്ക് തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അത് കൃത്യമായൊന്ന് മനസ്സിലാക്കണം. എന്തായാലും ഈ സ്ഥിതി ഗുരുതരമാണ്. ഞാൻ തംബ്നെയിലിൽ പറഞ്ഞ സ്ഥിതി ഗുരുതരം, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞത് BJP ഉദ്ദേശിച്ചാണ്. BJPയുടെ നില തൃശ്ശൂരിൽ അല്പം അപകടകരമാണ്. കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവ് കോർപ്പറേഷൻ പരിധിയിലുണ്ടായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ CPMൻ്റെ LDFൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. BJPക്ക് ഇതിനെയൊക്കെ മറികടക്കുക എളുപ്പമല്ല. സുരേഷ് ഗോപിയെ വെച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചു. നിങ്ങൾക്ക് അഭിമാനിക്കാം, അഹങ്കരിക്കാം, എന്ത് കുന്തം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിനെ ആവർത്തിക്കുമെന്ന് വ്യാമോഹിച്ച് വലിയ പ്രവചനങ്ങൾക്കും കളികൾക്കൊന്നും പോകരുത്. കാരണം അടിസ്ഥാന ജനവിഭാഗം സുരേഷ് ഗോപിയുടെ ഈ സിനിമാറ്റിക് കോമാളികളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, ഞാൻ അങ്ങനെ പറയുന്നില്ല, അങ്ങനെ പലരും പറയുന്നുണ്ട്, ആ കളി അത്രയും കൂടി ഇഷ്ടപ്പെടുന്നില്ല. ആളുകൾക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിനപ്പുറം ഒരു MP എന്ന നിലയിൽ, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞ് വന്നിട്ട് എന്തൊക്കെ തൃശ്ശൂരിന് താങ്കൾ ചെയ്തു എന്നുള്ളത് ജനങ്ങൾ നോക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം ഗംഭീരമാക്കി എന്ന് വെച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങൾ വോട്ട് ചെയ്തോണമെന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ അമൃതമാല പദ്ധതി കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ വിപുലീകരിച്ചു എന്നുള്ളത് കൊണ്ടും ജനങ്ങൾ വോട്ട് ചെയ്തോണമെന്നില്ല. ഒരു MP എന്ന നിലയിൽ അങ്ങ് ചെയ്യാനുള്ള ഒരുപാട് കടമകൾ അങ്ങ് നിറവേറ്റുന്നില്ല. രാജാപ്പാർട്ടാണല്ലോ, അപ്പോൾ അങ്ങ് എന്ന് തന്നെ പറയാം. അങ്ങ് നിറവേറ്റുന്നില്ല എന്ന പരാതിയുണ്ട്. അതൊന്ന് അന്വേഷിക്കണം. കരുവന്നൂരിലെ ബാങ്കിലെ പണം ഇപ്പം കൊണ്ടുത്തരും, കേന്ദ്ര സേനയെ വിളിക്കുന്നത് മറ്റു പറഞ്ഞു കൊണ്ടുത്തരും എന്ന രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങ് ഇപ്പം കിട്ടും, കൊണ്ടുത്തരും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഒന്ന് പരിഗണിച്ച് ഈ കലിങ്ക് പരിപാടികളൊക്കെ ഒന്ന് മയപ്പെടുത്തി മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കും. കാരണം കലിങ്ക് സമ്മേളനത്തിന് എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായൊരു വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. അതുണ്ടായിട്ടില്ല എന്നാണ് മാധ്യമ വാർത്തകൾ തെളിയിക്കുന്നത്, അല്ലെങ്കിൽ കണക്കുകൾ പുറത്തു വരുമ്പോൾ, മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ തെളിയുന്നത്. എന്തായാലും ആ കലിങ്കിലൂടെ എന്താണോ നേടാൻ ഉദ്ദേശിച്ചത് അത് പൊളിഞ്ഞിരിക്കുകയാണ്. ആ കലിങ്ക് പൊളിഞ്ഞു വീണു. ഇനി ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഈ അവസ്ഥ കണ്ട് കേരളം ഒന്ന് ഞെട്ടുകയാണ്. സുരേഷ് ഗോപി അത്രയധികം ഹൈപ്പ് കൊടുത്ത് വന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് കേരളവും കേരളത്തിലെ BJPക്കാരും നടുങ്ങിക്കോളും.